കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത പോലീസ് 100-ലധികം ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും 20-ലധികം വാഹനങ്ങൾ തകർത്തെന്നും പോലീസ് വീണ്ടും പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് ജന്തർ മന്ദിറിൽ സമരം തുടരുന്ന പാർട്ടികൾ അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. പാറ്റകൾ ചില്ലറക്കാരല്ല എന്ന് ഇന്നലെ കേന്ദ്രത്തിന് മനസ്സിലായി കാണും. അത്ര കണ്ടൊരു സമരത്തിനാണ് രാജ്യ തലസ്ഥാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഇന്നും വീണ്ടും അവർ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഒടുവിൽ കേന്ദ്രവും അറിയിച്ചിരിക്കുകയാണ്, അല്ലേ? ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് ഇന്നലെ വൻ സംഘർഷമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ആദ്യം ജന്തർ മന്ദിറിനുള്ളിൽ സമാധാനപരമായിട്ടായിരുന്നു പാർട്ടികളുടെ സമരമെങ്കിൽ പോലും ജന്തർ മന്ദിറിലെ ബാരിക്കേഡ് കടന്നുകൊണ്ട് പാർലമെന്റിന് മുൻപിലേക്ക് കർത്തവ്യ പഥിലേക്ക് എത്താൻ പാർട്ടികൾക്ക് സാധിച്ചു. ഇതോടുകൂടിയാണ് പോലീസ് സമരത്തെ അതിശക്തമായി തന്നെ നേരിട്ടത്. ഈ സമരക്കാർക്ക് നേരെ ലാത്തിചാർജും കണ്ണീർവാതവും പ്രയോഗിച്ചു. തിരിച്ച് സമരക്കാർ കുപ്പിയും കല്ലും കൊണ്ടായിരുന്നു പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും തന്നെ നേരിട്ടത്. വലിയ സംഘർഷം രാജ്യ തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഡൽഹി പോലീസും സുരക്ഷാ സേനയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ നിലവിൽ നോക്കിക്കാണുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ യോഗം ചേർന്ന് ഈ സമരത്തെ ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ നേരിടണം എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നലെ രാത്രി തന്നെ നടന്നിട്ടുണ്ട്. ഒപ്പം ജന്തർ മന്ദിറിലേക്ക് പിന്നീട് ഈ ഒരു പാർലമെന്റിന്റെ അവിടെ നിന്ന് സമരക്കാരെ നേരിട്ട ശേഷം ജന്തർ മന്ദിറിലേക്ക് എത്തിയിട്ടുള്ള പോലീസ് അവിടെ സമരവേദി പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരുന്നു. ആ സമരവേദിയിലേക്ക് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തിരിച്ചെത്തിയിരിക്കുകയാണ്. വീണ്ടും പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന ആഹ്വാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയിട്ടുള്ളത്. അവിടെ പൊളിച്ച സമരപ്പന്തൽ വീണ്ടും കെട്ടിക്കൊണ്ട് സമരം തുടരുകയാണ്. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. അതിൽ 3 ആവശ്യങ്ങളാണ് മുൻപോട്ട് വെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, കൂടാതെ സോനം വാങ്ചുക്കിനെ അടിയന്തരമായി മോചിപ്പിക്കുക, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക. ഈ 3 ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. എന്നാൽ ആ ചർച്ചയ്ക്ക് ശേഷം ആദ്യം സമരം പിൻവലിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അർദ്ധരാത്രിയോടുകൂടി ആ സമരം വീണ്ടും ജന്തർ മന്ദിറിൽ ആരംഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുന്നു. പോലീസ് അതിശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജന്തർ മന്ദിറിന് ചുറ്റും ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്നതിന് സമാനമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് വ്യക്തമാക്കുന്നത് 118 ഉദ്യോഗസ്ഥർ, അതിൽ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ 20-ലധികം വാഹനങ്ങൾ സമരക്കാർ അടിച്ചു തകർത്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് സമരക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതുവരെ 70 സമരക്കാരെയാണ് ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്.